ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ അവിടേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ മനോരമ ആൻറ്റിയുടെ കൂട്ടുകാരൊക്കെ ഹായ് ഇത് ആരൊക്കെ വന്നേക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ മൈ ഗോഡ് എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷം എന്ന് വെച്ചപ്പോൾ ഞങ്ങളൊന്ന് പാർലറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം മനോരമ ചേച്ചിനെ ഒന്ന് കണ്ടിട്ട് പോകുന്നത്, ചേച്ചി പോരുന്നുണ്ട് ഞങ്ങളെ കൂടെ എന്ന് വെച്ചപ്പോൾ ഇല്ല, ഞാൻ ഇന്നലെ ഇന്ന് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ ഇന്നലെ പോയതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവണില്ലേ? ഗ്ലേസിംഗ് ഒക്കെ ഇല്ലേ? ഞാൻ ഇന്നലെ പോയിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പം എനിക്ക് ബ്യൂട്ടി പാർലറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ലാവണ്യ ബേബി പറഞ്ഞു തരുന്നുണ്ട്. ലാവണ്യ ബേബി ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട്. അഞ്ജലി വന്നിട്ട് നിങ്ങളെപ്പോൾ വന്നേ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ കുറച്ച് വന്നിട്ടുള്ളൂ എന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾ അകത്തേക്ക് വായോ, നിങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് അഞ്ജലി പോകും. ഇവരകത്തേക്ക് വിളിച്ച് പോകുന്നുണ്ട്. പിന്നെ രാമേട്ടൻ ഒരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് രാമേട്ടൻ അതിൽ നിന്ന് പറഞ്ഞപ്പോൾ ചിരാതൊക്കെ മോളെ മുകളിലൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ രാമേട്ടൻ കിടത്താൻ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി വലിയ വട്ടം വരച്ച് കാളൊക്കെ വരച്ചും കഴിഞ്ഞിട്ട് അതിലിരുന്ന് ഇങ്ങനെ മനോഹരമായി ഇങ്ങനെ ഓരോന്നായിട്ട് ചിരാതൊക്കെ വെച്ച് എണ്ണയൊക്കെ നിറയ്ക്കുന്നുണ്ട്. തിരിയൊക്കെ ഇടുന്നുണ്ട്. ആ സമയത്ത് ലാവണ്യ വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചപ്പോൾ ഇതിൽ തിരിയൊക്കെ ഇട്ട് കത്തിച്ച് വരുമ്പോഴത്തേനും ഇതിൻ്റെ സമയമാവും മേഡം. മാത്രമല്ല വീട്ടിലേക്കും പോകണം, അവിടെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാ, എന്നാൽ നീ ആരംഭിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ വന്നങ്ങായിട്ട് ബാക്കിൽ നിൽക്കണ ആരും കാണുന്നുണ്ടായിരുന്നില്ല. അശ്വിൻ എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. സുധീരെ ചെയ്ത്തുകളൊക്കെ നല്ല ഭംഗിയിലൊക്കെ ചെയ്യുന്നതൊക്കെ മറന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്നല്ല ലാവണ്യ അശ്വിനെ കാണുന്നുണ്ട്. അശ്വിൻ സാർ നോക്കി നമ്മുടെ ശ്രുതികുമാരി എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തേക്കണേ. ഇപ്പം നമ്മുടെ ശ്രുതിനെ കണ്ടാൽ ശരിക്കും ഒരു ദേവീരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ശരിക്കും ആ എണ്ണയിലും തിരിയിലൊക്കെ റൗണ്ടിൽ ഇങ്ങനെ ദേവി ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ശരിക്കും ശ്രുതിനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ലാവണ്യ ചോദിക്കുന്നുണ്ടല്ലോ, ശ്രുതി നീ എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതിക്ക് ആ കാര്യം മനസ്സിലാവുന്നു. ഫുള്ളും കത്തിച്ച് വെച്ചേക്കണം, അടുപ്പിച്ച് പുറത്തേക്ക് കടക്കാൻ സാരിയൊക്കെ തീ പിടിക്കൂലേ എന്നൊക്കെ ആലോചിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് അശ്വിനോട് ലാവണ്യയുടെ ഫോൺ ബെല്ലടിക്കും. അപ്പം ലാവണ്യ പോകും. ലാവണ്യ അശ്വിനോട് പറഞ്ഞിട്ടുണ്ടേ സാർ നീ ഒന്ന് ശ്രുതിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ സഹായിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകും. പിന്നീട് ശ്രുതി തന്നെ സ്വയം ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നുണ്ട്. അശ്വിൻ സഹായിക്കാനൊന്നും പോകില്ല. അശ്വിൻ ഇങ്ങനെ വെറുതെ ശ്രുതിനെ നോക്കിയാലേ നിൽക്കുള്ളൂ. ശ്രുതി ഒരു കണക്കിന് അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ അശ്വിൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ഇങ്ങനെ ശരിക്കും താങ്ങി പിടിച്ച് കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അശ്വിൻ്റെ റൂമിൽ അശ്വിൻ പാദസരം ശ്രുതിയുടെ ആ പാദസരം ഇങ്ങനെ കിട്ടിയത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും വരുന്നുണ്ട്. അഞ്ജലി ചേച്ചി മുത്തശ്ശിയും വരുമ്പോൾ എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യവും നല്ല ഭംഗിയായി മനോഹരമായി എല്ലാ കാര്യങ്ങളും നടന്നെന്ന് പറഞ്ഞപ്പോൾ അത് മുത്തശ്ശി എന്തായാലും എല്ലാ പ്രാവശ്യവും പറയുന്നതല്ലേ, അതിലെന്താ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമല്ല ഈ തവണത്തെ ദീപാവലിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് പറയുന്നു. അതെന്താണെന്ന് മുത്തശ്ശി പറഞ്ഞു തരുന്നു ചേച്ചി പറയുന്നുണ്ട് ഇനിയനോട്. എന്താ മുത്തശ്ശി എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ലാവണ്യരെ കൈ പിടിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആ പെൺകുട്ടീനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല, എനിക്കിഷ്ടവുമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വന്ന് ലാവണ്യ അപ്പോൾ നല്ലൊരു പെൺകുട്ടിയായിട്ടുണ്ട്. നമ്മളുടെ വീടിനും നമ്മുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് ഒത്തുപോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നി. കാര്യം നീയും ശ്രുതിയും അവളെ അതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും നമ്മളെ വീടിനോടും നമ്മളെ രീതിയോടൊക്കെ ഇണങ്ങി പോയി തുടങ്ങി ഇപ്പോൾ അവൾ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ പെൺകുട്ടിയെ ഇഷ്ടമാണ്, നിനക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് കുഞ്ഞാന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞൻ ഞെട്ടുന്നുണ്ട്. കാരണം കുഞ്ഞൻ ഇത് ആഗ്രഹിച്ചതല്ല എന്നാണ് കുഞ്ഞൻ്റെ മുഖം കണ്ടാൽ അറിയാം. മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ലാവണ്യയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട് സോറി മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. മുത്തശ്ശിക്ക് ലാവണ്യയോടുള്ള സ്നേഹം ഒക്കെ തുടങ്ങി എന്നുള്ളത് ശരി, സമ്മതിച്ച്. പക്ഷെ എനിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അതിലൊരാൾക്കോ ആരും മാറ്റാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛിക്ക് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ നീ ലാവണ്യനെ ഇവിടെ എന്തർത്ഥത്തിലാണ് പിടിച്ച് നിർത്തിയിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ജീവിക്കാനാണോ, അതോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഞാൻ എന്തായാലും ഈ വീട്ടിലെ മുതിർന്ന കാരണവർ എന്ന നിലയ്ക്ക് അതിന് ഞാൻ സമ്മതിക്കുന്നു നീ വിചാരിക്കേണ്ട. എൻ്റെ ജീവനുണ്ടെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാണ്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പാണ് നീ നടത്തുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അതിപ്പോഴേ തന്നെ മറന്നേക്കാനൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പോകും. കൂടെ അഞ്ജലിയിൽ പോകുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് ശ്രുതിനെ തന്നെയാണ്. ശ്രുതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശ്രുതി വിഷമിച്ച് നിൽക്കുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ പിന്നിലെ ചെന്ന് അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രുതിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി അശ്വിൻ വന്നിക്കുന്നത് കാണും. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞു പോകും അശ്വിനെ കാണുമ്പോൾ. അപ്പം തന്നെ കാല് മടങ്ങി ശ്രുതി വീഴുന്നുണ്ട്. കാൽ മടങ്ങിയത് കൊണ്ട് തന്നെ ശ്രുതിക്ക് എഴുന്നേക്കാൻ പറ്റാണ്ട് വലിയ കരച്ചിലൊക്കെ ശ്രുതി കരയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ വന്നു കഴിഞ്ഞിട്ട് ശ്രുതിയുടെ കാലൊക്കെ പിടിച്ച് ഇങ്ങനെ വിരലൊക്കെ പിടിച്ച് ഒടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്രുതിക്ക് വേദനയും സന്തോഷവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് ഈ അശ്വിൻ സാർ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ശ്രുതി അന്തം വിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും അശ്വിൻ നല്ല സ്നേഹത്തോടെയൊക്കെ തന്നെ ശ്രുതിയുടെ കാലൊഴിഞ്ഞൊഴിഞ്ഞ് ഇങ്ങനെ ഒരു പരുവാക്കി ആക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ കാലിങ്ങനെ തറയിൽ വയ്ക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ചെരിഞ്ഞ് മലന്ന് തന്നെ കിടന്നിട്ടുണ്ട്. അശ്വിൻ്റെ കാൽമുട്ടുമ്മലാണ് ശ്രുതിയുടെ കാലിരിക്കുന്നത്. അതിനുശേഷം അശ്വിൻ കീസയിൽ നിന്നും, അതായത് ആ കോട്ടിൻ്റെ ഉള്ളിൽ നിന്നും ആ പാൽസർ എടുത്ത് പുറത്തേക്ക് വെക്കുന്നു. പുറത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അശ്വിൻ്റെ കയ്യിൽ ആ പാൽസർ ഉള്ളതൊന്നും. പിന്നെ അശ്വിൻ അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അശ്വിൻ അത് അണിയിച്ച് കൊടുക്കുന്നു ഒന്നും ശ്രുതി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രുതി ഇങ്ങനെ പാൽസരം കണ്ടോടുകൂടി ശ്രുതിക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രുതി എന്താ ഒറ്റ കാലുമേൽ പാൽസറിട്ട് നടക്കണേന്ന് നമ്മുടെ ലാവണ്യ ചോദിച്ചിരുന്നു. ആ സമയത്ത് അശ്വിനും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ സമ്മാനിച്ച പാൽസരമാണ്, ഇതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ വേറെ ഒരെണ്ണം മേടിച്ചിട്ടൂടെ അത് കൊടുത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല മേഡം, എനിക്ക് ഈ പാൽസരം കൊടുക്കാൻ പറ്റില്ല, വേറെ മാറ്റി മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒറ്റ പാൽസരം ഇട്ട് നടക്കുന്നത്, ഇതെൻ്റെ അമ്മ സമ്മാനിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യ നിധിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അശ്വിൻ കേട്ട് നിൽക്കുമ്പോൾ അശ്വിന് വിഷമാവുന്നുണ്ട്. കാരണം അശ്വിൻ്റെ കയ്യിലുള്ള ഈ പാൽസരം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ ആ പാൽസരം എടുത്ത് ശ്രുതിക്ക് സമ്മാനിക്കാൻ വേണ്ടി എടുക്കുന്നത്. പിന്നീട് പാൽസരം അങ്ങനെ വീട് കിടക്കുന്ന ശ്രുതിയുടെ കാലെടുത്ത് അശ്വിൻ്റെ മടിയിൽ വെച്ച് പാൽസരം എടുത്ത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നീട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടൊക്കെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ പാദസരം അശ്വിൻ ശ്രുതിയുടെ കാലിൽ തന്നെ അണിയിച്ച് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.